പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. ഉത്തര ഇസ്രായേലിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇറാന്റെ അന്ത്യശാസനം വന്നിരിക്കുന്നു. ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് വളരെ കൃത്യമായി തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ആക്രമണം നടത്തുമെന്ന ഭീഷണി ഇസ്രായേൽ നടപ്പിലാക്കിയാൽ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ സൈന്യം ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിയാൽ ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ഇറാന്റെ സെൻട്രൽ മിലിറ്ററി കമാൻഡ് വടക്കൻ ഇസ്രായേലിലെ താമസക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA പുറത്തുവിട്ട പ്രസ്താവനയിൽ ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള മാറ്റമുണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്ന പശ്ചാത്തലമാണ്. അങ്ങനെ ഇസ്രായേലിൻ്റെ ഭീഷണിയെ ആ നിലയ്ക്ക് നേരിടാൻ ഇറാൻ നിശ്ചയിച്ച പശ്ചാത്തലം ചെറിയ ആശങ്കയല്ല ആ മേഖലയിൽ സൃഷ്ടിക്കുന്നത്. വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ആവർത്തിച്ച് ലംഘിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം വെടിനിർത്തൽ കരാർ എന്നാണ് ഇറാന്റെ കുറ്റപ്പെടുത്തൽ. ഇത്തരത്തിലുള്ള ഭീഷണി നടപ്പാക്കുകയാണെങ്കിൽ വടക്കൻ മേഖലകളിൽ അടക്കം വലിയ ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേലുകൾക്കുള്ള ഭീഷണിയും നൽകിയിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒഴിഞ്ഞു പോകണമെന്നുള്ള നിർദ്ദേശം നൽകുന്നത് കാര്യങ്ങൾ കടുപ്പിക്കുന്ന ലക്ഷണമാണല്ലോ. രഞ്ജിത്ത്, ഇറാന്റെ ആരോപണങ്ങൾ ഒരു പരിധിവരെ ശരി വയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. കാരണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ ഒരു ആക്രമണം അല്ലെങ്കിൽ സമീപനം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ലെബനിലേക്ക് ഇപ്പോൾ ആക്രമണം നടത്തേണ്ട ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ തുടരെ ലെബനിലേക്ക് ആക്രമണം നടത്തുന്ന നിലയുണ്ടാകുന്നു. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അടക്കം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി. ഇത് തന്നെയാണ് ഇറാനെ ചൊടിപ്പിച്ചത്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട്. വെടിനിർത്തൽ കരാർ 60 ദിവസത്തേക്ക് കൂടി നീട്ടിക്കൊണ്ടുള്ള കരാറിന് വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. കാരണം നേരത്തെയുള്ള വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധി അവസാനിക്കുന്നു. അവിടെയാണ് മറ്റൊരു 60 ദിവസത്തേക്ക് കൂടി വെടിനിർത്തൽ കരാർ നീട്ടാനുള്ള അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. തൊട്ടു പിന്നാലെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഇറാന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. വ്യോമാക്രമണമാണ്. ഗോറുഖ് എന്ന പ്രവിശ്യയിലാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായില്ലെങ്കിൽ പോലും അങ്ങനെ ഇറാനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അവിടെയാണ് കുവൈറ്റിന് നേരെയുള്ള ഇറാൻ്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. UAE അതിനെ അപലപിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ഒരു പരിധിവരെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു. ചില വിഷയങ്ങളിൽ മാത്രം തട്ടിയാണ് ഈ ചർച്ച ഏറ്റവും ഒടുവിൽ അലസിപ്പോയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ്റെ ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഹോർമൂസിലെ അധികാര തർക്കവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഒരുപക്ഷെ ഒരു പരിധിവരെ ഇറാൻ പലതിലും വഴങ്ങിയേക്കും എന്നൊരു സൂചന ഉണ്ടായിരുന്നു. അവർ ആദ്യം തന്നെ മുന്നോട്ട് വെച്ചൊരു ആവശ്യം ലെബനനെ ആക്രമിക്കരുത്, യമനെയും ലെബനനെയും ഉൾപ്പെടെ ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ ഇസ്രായേൽ ആക്രമിക്കരുത് എന്നതായിരുന്നു. അങ്ങനെ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി അത്തരമൊരു കാര്യം കൊണ്ടുവരികയും ചെയ്തിരുന്നു. എന്നാൽ അത് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആക്രമണമുണ്ടായത്. മാത്രമല്ല ബെയ്റൂട്ടിലേക്ക് വലിയ തോതിൽ അത് ഹിസ്ബുള്ള പ്രബലമായിട്ടുള്ളൊരു കേന്ദ്രമാണ്. അല്ലെങ്കിൽ ആ തരത്തിൽ അവർക്കൊരു ആധിപത്യമുള്ള പ്രദേശങ്ങൾ ബെയ്റൂട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ആക്രമണം ഉണ്ടാകും, അവിടെയുള്ള ജനങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നു. അത് ഒരു തരത്തിൽ ഇറാനെ സംബന്ധിച്ച് ഭീഷണിപ്പെടുത്തലാണ്. ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യത്തെ ആക്രമിക്കുമെന്ന ഇസ്രായേലിൻ്റെ ഭീഷണി. അങ്ങനെയെങ്കിൽ ടെല്ലവീവിലേക്ക് അടക്കം ആക്രമണമുണ്ടാകും. ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തങ്ങൾ ആക്രമണം നടത്തും, അവിടെയുള്ള ജനങ്ങളും ഒഴിഞ്ഞു പോകണമെന്ന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഭീഷണി വരുന്നുണ്ട്. അതൊരു ഭീഷണി മാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇറാൻ്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു, ഡ്രോണുകൾ അവിടെ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ തരത്തിലൊക്കെ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന നിലയുണ്ടായിരുന്നു. റഷ്യയുടെ വലിയ പിന്തുണ ഇറാന് ലഭിക്കുന്നു എന്ന വിവരങ്ങൾ ആ ഘട്ടത്തിൽ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഈ സമാധാന ചർച്ചയുമായി മുന്നോട്ട് പോകുമ്പോൾ കടലിലെ സീ മൈനുകൾ, അത് ഹോർമൂസിൽ ഇറാൻ സ്ഥാപിച്ച മൈനുകളാണ്. അത് കപ്പലുകൾക്ക് വലിയ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യവുമാണ്. അത് നീക്കം ചെയ്യുന്നതിന് ഇറാൻ സമ്മതിച്ചിരുന്നു. 30 ദിവസം കൊണ്ട് ആ മൈനുകൾ നീക്കം ചെയ്യുമെന്ന ഉറപ്പ് നൽകുകയും അതിൻ്റെ നടപടികളിലേക്ക് ഇറാൻ കടക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രകോപനപരമായ നീക്കമുണ്ടാകുന്നത്. അത് വീണ്ടും കാര്യങ്ങളെ സംഘർഷത്തിലേക്ക് നയിക്കുകയാണ്. ക്രൂഡ് വില വല്ലാതെ ഉയരുകയും ചെയ്യുന്നു. $84 വരെ ബാരലിലെത്തിയതാണ്. അതിപ്പോൾ വീണ്ടും 95ലേക്ക് പോകുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ 3 തവണയാണ് ഈ പാചകവാതക സിലിണ്ടറുകൾക്കും ഗാർഹിക അതായത് വാണിജ്യ സിലിണ്ടറുകൾക്കുമൊക്കെ തന്നെ വില വർധന ഉണ്ടായത്. അത് LPGക്ക് ഉൾപ്പെടെ ഉള്ള വില വർധന, CNGക്ക് ഉൾപ്പെടെയുള്ള വില വർധന, അങ്ങനെ ഇന്ധനത്തിന് വലിയ തോതിൽ വില വർദ്ധിക്കുകയും ഇന്നിപ്പോൾ നമ്മുടെ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നതും ഈ വിലക്കയറ്റമാണ്. അതിൽ ഇന്ധന വില വർധന കൂടിയുണ്ട്. അങ്ങനെ ആകമാനം ജനങ്ങളെ ലോകരാജ്യങ്ങളെ ആശങ്ക
അത്ഭുതപ്പെടുത്തിയാണ് പുതിയ സംഭവവികാസങ്ങൾ, സംശയമില്ല. ഇസ്രായേലിന് കനത്ത മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്രയധികം ഉണ്ടാകുന്ന ഒരു പക്ഷേ ആദ്യമായിരിക്കാം. അതിനിടയിൽ അമേരിക്കയുമായുള്ള എല്ലാ ചർച്ചകളും നിർത്തിവെക്കുകയാണ് എന്നുള്ള ഇറാന്റെ മുന്നറിയിപ്പും പുറത്തു വരികയാണ്. അത് ഇറാനിയൻ സർക്കാരുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട മാധ്യമം തസ്നീം ന്യൂസ് ഏജൻസി, നമുക്കറിയാം ഇറാനിയൻ സർക്കാരുമായി ഏറെ ബന്ധമുള്ള മാധ്യമമാണ്, അവർ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഔദ്യോഗികമായി ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ചർച്ചകൾ നിർത്തിവെക്കുകയാണ് എന്ന് പറയുമ്പോൾ ഒരു സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള വഴികൾ അടയുന്നു എന്ന് വേണം നമ്മൾ മുന്നോട്ട് വെക്കാൻ. കാരണം ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ട്, പാകിസ്ഥാനൊക്കെ ഇടപെട്ട് ഒരു സമാധാന ശ്രമങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടാകുന്നു. അതിനുശേഷം ഈ സമാധാന ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലെബനിലുണ്ടായ ആക്രമണം അതിന് കാരണമായി ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തങ്ങളുടെ മേഖലയിൽ നടത്തുന്ന ആക്രമണങ്ങൾ വലിയ തോതിൽ ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതുൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ലംഘിക്കുന്നതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഇസ്രായേലും അമേരിക്കയും ഏറ്റെടുക്കണമെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത്. വി വിനോദ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെടിനിർത്തൽ ലംഘനമാണ് സംഭവിക്കുന്നത് എന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും ഉത്തരവാദി, ഈ അമേരിക്കയും ഇസ്രായേലും മാത്രമാണ് ഉത്തരവാദികൾ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നു എന്നത് ഇറാൻ വ്യക്തമാക്കുകയാണ്. രഞ്ജിത്ത്, തീർച്ചയായും ഇസ്ലാമാബാദിൽ ചർച്ച നടക്കുന്നു, തുർക്കിയിൽ ചർച്ച നടക്കുന്നു, അങ്ങനെ പലയിടങ്ങളിലായി മധ്യസ്ഥതയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. 60 ദിവസത്തേക്ക് കൂടി കരാർ നീട്ടുന്നതിന് വേണ്ടി അമേരിക്കയും ഇറാനും തത്വത്തിൽ ധാരണയാവുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു സാധ്യതയും ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഈ ചർച്ചകൾ, നയതന്ത്ര തലത്തിലെ ചർച്ചകൾ ഒരു പരിധിവരെ വളരെ നമുക്ക് ആശാവഹമായി എന്ന് തന്നെ പറയാം. ആ തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. അവിടെയാണ് അബ്ബാസ് അറഗച്ചിയുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാകുന്നത്. ഇനി അമേരിക്കയുമായി ഒരുവിധ ചർച്ചയ്ക്കുമില്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. $100 കോടി വരെ ഏറ്റവും ഒടുവിലത്തെ ഉപരോധം വരെ, അവരുടെ സമ്പത്ത് ഫ്രീസ് ചെയ്യുന്ന തരത്തിലുള്ള നടപടി, അങ്ങനെ ഒരു സാമ്പത്തിക ഉപരോധം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോഴാണ് ഇറാൻ ഇങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് പോകുന്നത് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല, അവർക്ക് ഈ എണ്ണോൽപാദനം പൂർണ്ണമായി നിർത്താൻ കഴിയുന്നൊരു സാഹചര്യമല്ല. അങ്ങനെ വരുന്ന എണ്ണ കടലിൽ ഒഴുക്കിക്കളയുകയാണ്. ഇറാനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്നു. അമേരിക്കയുടെ കാര്യവും വ്യത്യസ്തമല്ല. അവരും കടുത്ത സാമ്പത്തിക ഭാരം ഈ യുദ്ധത്തിലൂടെ നേരിടുന്നുണ്ട്. അവരുടെ തന്നെ ജനതയുടെ വലിയൊരു ചോദ്യം വരുന്നു, എന്തിനീ അമേരിക്ക ഈ വലിയൊരു ഭാരം ഇസ്രായേലിന് വേണ്ടി ചുമക്കുന്നു? $7 ബില്യൺ ആയുധം ഏറ്റവും ഒടുവിലും ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നൽകിയിട്ടുണ്ട്. അത് അമേരിക്കയുടെ ബജറ്റിൽ നിന്ന് ആയുധമായി എല്ലാ കാലത്തും ഇസ്രായേലിന് അങ്ങനെ നിർബാധം നൽകുന്നതാണ്. ഇതെല്ലാം തന്നെ രണ്ട് രാജ്യങ്ങൾക്കും വലിയ ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത്. ട്രംപ് ചൈനയിലേക്ക് പോകുന്നു, തൊട്ടു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് ചൈനയിലേക്ക് വരുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ആത്മാർത്ഥമായൊരു ശ്രമം ഉണ്ടാകുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവിടെയാണ് ഇറാൻ എടുക്കുന്ന നിലപാട് കൂടുതൽ നിർണായകമാകുന്നത്. ഒരുപക്ഷെ ഇറാനെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആയുധശേഷി കുറച്ചുകൊണ്ട് ആഴ്ചകൾ മാത്രമേ ഈ യുദ്ധം നീണ്ടു നിൽക്കൂ എന്നതായിരുന്നു ട്രംപിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനമെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോഴും ഇറാനെ തൊടാൻ അവർക്ക് കഴിയുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, അമേരിക്കയ്ക്ക് എയർ സ്പേസ് കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് വ്യോമത്താവളങ്ങൾ അനുവദിച്ചിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളെ കൃത്യമായി ഇറാൻ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമുക്ക് കൂടുതൽ ആശങ്കയുണ്ടാകുന്നത്. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ നിരവധി വസിക്കുന്ന മേഖലയാണ് ഗൾഫ് മേഖല. അവിടെ അശാന്തി പടരുമോ, അവിടെ കാര്യങ്ങൾ സങ്കീർണമാകുമോ എന്ന ആശങ്ക നമുക്കും നെഞ്ചെടുപ്പുണ്ടാക്കുന്ന വിനോദ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമുക്കറിയാം, ഈ ഡ്രോണുകൾ യുദ്ധ ഉപകരണങ്ങൾ